മലയാള സിനിമയിലെ പ്രമുഖ നടനായ ദിലീപിൻ്റെ ജീവിതത്തിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞുവീശിയ സംഭവമായിരുന്നു ഒരു നടിക്കെതിരായ ആക്രമണ കേസിലെ അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തം. 2017 രജിസ്റ്റർ ചെയ്ത ഈ കേസ് കേരള സമൂഹത്തിലും ചലച്ചിത്ര ലോകത്തും വലിയ കോളിളക്കമുണ്ടാക്കി. ജനപ്രിയ നായകൻ എന്നറിയപ്പെട്ട ഒരു കലാകാരൻ കൊടുകുറ്റകൃത്യത്തിൽ പങ്കാളിയായി എന്നത് ആരോപിക്കപ്പെട്ടത് കേരളത്തിൻ്റെ പൊതുബോധത്തെ ഞെട്ടിച്ചു. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കും പൊതുജന വിചാരണകൾക്കും ശേഷം ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി എന്ന വാർത്ത പല തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഈ വഴിത്തിരിവ്, നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തന രീതി, മാധ്യമങ്ങളുടെ പങ്ക്, പൊതുജനാഭിപ്രായത്തിൻ്റെ സ്വാധീനം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വിശകലനം ആവശ്യപ്പെടുന്നു. ഒരു പൗരനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും സംശയങ്ങൾക്ക് അതീതമായി തെളിയിക്കപ്പെടണം എന്നതാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന തത്വം. സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് നൽകണം എന്ന ഈ നിയമം ദിലീപിൻ്റെ കാര്യത്തിൽ സുപ്രധാനമായി. നീണ്ട വിചാരണവേളയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും കോടതിയുടെ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമായി. ഈ കേസിൽ ദിലീപിനെതിരെ ശക്തമായ സാഹചര്യ തെളിവുകളോ നേരിട്ടുള്ള തെളിവുകളോ സ്ഥാപിക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിനാലാണ് അദ്ദേഹത്തെ വെറുതെ വിടാൻ ഇടയായത്. ഈ വിധി നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയുടെയും ദൃഢതയുടെയും ഒരു അടയാളമാണ്. ഒരാൾ എത്രത്തോളം പ്രശസ്തനാണെങ്കിലും പൊതുജനാഭിപ്രായം എത്ര ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. കേവലം ഊഹാപോഹങ്ങളെയോ മാധ്യമ വിചാരണകളെയോ ആശ്രയിക്കാതെ വസ്തുനിഷ്ഠമായ തെളിവുകളുടെ മാത്രം അടിസ്ഥാനത്തിൽ വിധി പ്രസ്താവിക്കാനുള്ള കോടതിയുടെ കഴിവിനെ ഇത് ഉയർത്തിപ്പിടിക്കുന്നു. എന്നാൽ ഈ വിധി ഇരയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നൊരു ചോദ്യം സമൂഹത്തിൽ ഉയർത്തുന്നുമുണ്ട്. നിയമപരമായ നീതിയും ധാർമ്മികമായ നീതിയും തമ്മിലുള്ള അന്തരം ഇവിടെ ചർച്ചാ വിഷയമാകുന്നു. നീതി നടപ്പിലായി എന്ന് ഉറപ്പുവരുത്തുന്നതിനൊപ്പം ഇരയുടെ മാനസികവും സാമൂഹികവുമായ അതിജീവനത്തിനുള്ള പിന്തുണ ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ്. ദിലീപിൻ്റെ കേസിൽ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വഹിച്ച പങ്ക് വളരെ നിർണായകം ആയിരുന്നു. കേസിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ മാധ്യമങ്ങൾ ദിലീപിനെതിരായ ശക്തമായ പ്രചാരണം അഴിച്ചുവിട്ടു. ഇത് മാധ്യമ വിചാരണ എന്ന പ്രതിഭാസത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മാറി. കോടതിയിൽ വിചാരണ തുടങ്ങുന്നതിന് മുൻപേ പൊതുജനം ദിലീപിനെ കുറ്റവാളിയായും വിധിച്ചു. കോടതി വിധി വരുന്നതോടെ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഒരു വ്യക്തിയെ കുറ്റവാളിയായി ചിത്രീകരിക്കുവാനുള്ള മാധ്യമങ്ങളുടെ അമിതാവേശം അവരുടെ റിപ്പോർട്ടിങ്ങിലെ നിഷ്പക്ഷതയെയും സത്യസന്ധതയെയും ബാധിച്ചു. ഒരു വ്യക്തിയുടെ സൽപ്പേരിനും സ്വകാര്യതയ്ക്കും മേൽ ഈ വിചാരണ ഏൽപ്പിച്ച ആഘാതം ചെറുതല്ല. ദിലീപിനെതിരെയുള്ള ആരോപണങ്ങൾ സത്യമല്ല എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ആ വ്യക്തിയോട് ചെയ്യേണ്ട അനീതിക്ക് ആരാണ് ഉത്തരം പറയേണ്ടത്? കോടതിക്ക് മാത്രമാണ് ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാൻ അവകാശമുള്ളത് എന്ന പാഠം ഈ കേസ് സമൂഹത്തിന് നൽകുന്നു. തെളിവുകൾ ഇല്ലെങ്കിൽ ആരോപണങ്ങൾ മാത്രമായി നിലനിൽക്കും എന്ന നിയമപരമായ യാഥാർത്ഥ്യം അംഗീകരിക്കുവാൻ സമൂഹം തയ്യാറാകണം. ഈ കേസിൽ കുറ്റവിമുക്തനായതോടെ ദിലീപിന് തൻ്റെ കലാജീവിതത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാനുള്ള അവസരം ലഭിക്കുന്നു. സിനിമ എന്ന വ്യവസായം അദ്ദേഹത്തിൻ്റെ മടങ്ങിവരവിനെ എങ്ങനെ സ്വീകരിക്കും എന്നത് പ്രധാന ചോദ്യമാകുന്നു. വർഷങ്ങളായി അദ്ദേഹത്തെ തിരസ്കരിച്ച പൊതുസമൂഹവും സിനിമാ പ്രവർത്തകരും അദ്ദേഹത്തിന് വീണ്ടും അംഗീകാരം നൽകുമോ എന്നതും ഒരു കാര്യമാണ്. ഒരു കലാകാരനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിഭയെ സമൂഹം തിരിച്ചറിയുകയും സ്വീകരിക്കുകയും ചെയ്യും എന്നതിൽ സംശയവും ഉണ്ട്.